ഗൗരി രചന കിഷോർ കിച്ചു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. വെളുപ്പിന് 4 മണിക്ക് ഫോണിൽ അലാറം അടിച്ചതും ഗൗരി ഉറക്കമുണർന്നു. അവൾക്ക് ഇനിയും ഉറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞു വന്നതിന്റെ ആദ്യ ദിവസം തന്നെ അമ്മായിമ്മ പറഞ്ഞതാണ്, പെണ്ണുങ്ങൾ രാവിലെ എണീറ്റ് കുളിച്ച് ശുദ്ധിയായി അടുക്കളയിൽ കയറണമെന്നും എല്ലാവരും എണീക്കുന്നതിന് മുന്നേ വീടിനകവും പുറവുമെല്ലാം അടിച്ചു വാരണമെന്നും മറ്റും. അതുകൊണ്ട് തന്നെ ഉറക്കച്ചടവോടുകൂടി അവൾ എഴുന്നേറ്റു. അടുത്ത് കിടന്ന് ഉറങ്ങുന്ന ഭർത്താവ് പ്രസാദിനെ പുതപ്പ് കൊണ്ട് ഒന്നുകൂടി പുതപ്പിച്ച ശേഷം അവൾ മുറിവിട്ടിറങ്ങി. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആവുന്നതേയുള്ളൂ. പ്രസാദ് ഒരുപാട് പെണ്ണ് കണ്ട് ഒന്നും നടക്കാതെ വന്നപ്പോൾ അവസാന ശ്രമം എന്നോണം പെണ്ണ് കാണാൻ വന്നതാണ് ഗൗരിയെ. ഗൗരിയെ കണ്ട ഉടനെ തന്നെ പ്രസാദിനും അവന്റെ അമ്മയ്ക്കും ഗൗരിയെ ഇഷ്ടപ്പെട്ടു. ആരും നോക്കി നിന്ന് പോകുന്ന സൗന്ദര്യവും മുട്ടപ്പം മുടിയുമുള്ള ഒരു ഗ്രാമീണ പെൺകുട്ടി. അവൾക്കൊരു ചേച്ചിയും അനിയനുമാണുള്ളത്. ചേച്ചിയെ വിവാഹം ചെയ്തിരിക്കുന്ന സാബുവും അനിയൻ ഗിരീഷും പ്രവാസികളാണ്. ഒരു ആവറേജ് കുടുംബമാണ് ഗൗരിയുടേത്. പ്രസാദിന്റെ ആലോചന വരുമ്പോൾ ഗൗരി ഡിഗ്രി അവസാന വർഷം പഠിക്കുകയായിരുന്നു. അവൾക്ക് ഇനിയും പഠിക്കണമെന്നും ഒരു ജോലി കിട്ടിയിട്ട് മതി കല്യാണമെന്നൊക്കെ വളരെ മുന്നേ തന്നെ അവളുടെ അച്ഛനോട് പറഞ്ഞിരുന്നതാണ്. എന്നാൽ അവളുടെ അച്ചാച്ചന്റെ പെട്ടെന്നുള്ള അസുഖവും ആശുപത്രിവാസവും ഒക്കെ കാരണം എത്രയും വേഗം മകളുടെ കല്യാണം നടത്തണമെന്ന തീരുമാനത്തിലേക്ക് അയാൾ എത്തപ്പെട്ടു. അച്ഛന്റെ പിടിവാശിക്ക് മുമ്പിൽ തന്റെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് അവൾ വിവാഹത്തിന് സമ്മതം മൂളി. അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ അമ്മായിയമ്മ ഉത്തരവിറക്കിയതാണ് രാവിലെ എണീക്കണമെന്നുള്ളതും എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടുപണികളെല്ലാം തീർക്കണമെന്നുള്ളതും മറ്റും. ആദ്യമൊക്കെ ഗൗരി എല്ലാ ജോലികളും സന്തോഷത്തോടെ ചെയ്തു പോന്നു. കല്യാണത്തിന് മുമ്പ് തന്നെ അമ്മ അവളോട് പറഞ്ഞിരുന്നു, ചെന്ന് കയറുന്ന വീട് സ്വന്തം വീട് പോലെ കരുതണമെന്നും അവിടെയുള്ളവരെല്ലാം സ്നേഹിച്ചും ബഹുമാനിച്ചും നിൽക്കണമെന്നുള്ളതും. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞു പോകവേ അവൾക്ക് പ്രസാദിന്റെ വീട്ടിലെ രീതികളുമായി പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ട് തോന്നിത്തുടങ്ങി. വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും കല്ലിൽ അരക്കിയാലേ വൃത്തിയാവുകയുള്ളൂ എന്നും, തുണികൾ തേക്കുമ്പോൾ ചിരട്ട കത്തിച്ച് ഉപയോഗിക്കുന്ന തേപ്പൂട്ടി ഉപയോഗിച്ച് തേക്കാൻ പാടുള്ളൂ എന്നും, നിലം തുടക്കുമ്പോൾ തറയിൽ ഇരുന്ന് വേണം തുടക്കുവാൻ തുടങ്ങിയ ഉത്തരവുകൾ അമ്മായിയമ്മ അവൾക്ക് നൽകി. പ്രസാദിന് ഒരനിയനും അനിയത്തിയും കൂടിയുണ്ട്. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞതാണ്. വീട്ടിൽ വരുമ്പോഴൊക്കെ അവൾ ഭർത്താവിനും അവർ ആവശ്യപ്പെടുന്നതെല്ലാം ഗൗരി വെച്ച് വിളമ്പി കൊടുക്കണം. എത്രയൊക്കെ നന്നായിട്ടുണ്ടാക്കിയാലും അതിന് 100 കുറ്റങ്ങൾ നിരത്തും അവർ. അതിനൊപ്പം നിൽക്കാൻ പ്രസാദിന്റെ അമ്മയും അനിയനും ഉണ്ടായിരുന്നു. 100 കുറ്റങ്ങൾ പറയുകയും ചെയ്യും. എന്നാൽ അവൾ ഉണ്ടാക്കുന്നതെല്ലാം വെട്ടിവിഴുങ്ങിയിട്ട് പാത്രം പോലും കഴുകി വെക്കാതെ പോവുകയും ചെയ്യും. വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് അവളൊന്ന് കിടക്കുമ്പോൾ രാത്രി 11 മണി ആയിട്ടുണ്ടാവും. പ്രസാദിനോട് പരാതി പറയുമ്പോൾ ഇതെല്ലാം സാധാരണ വീടുകളിൽ ഉള്ളതാണ്, നീ കാര്യമാക്കേണ്ട എന്നയാൾ ഒഴുക്കൻ മട്ടിൽ പറയും. അയാൾക്ക് അമ്മയും അനിയത്തിയും പറയുന്നതായിരുന്നു വേദവാക്യം. അതറിയാവുന്ന അമ്മായിയമ്മയും നാത്തൂനും മിക്ക അവസരങ്ങളിലും ഗൗരിയെ പരമാവധി ദ്രോഹിച്ചുകൊണ്ടിരുന്നു. തക്കം കിട്ടുമ്പോഴെല്ലാം പ്രസാദിനോട് ഓരോന്ന് ഓതിക്കൊടുത്ത് ഗൗരി അവനിൽ നിന്ന് അകറ്റാനും അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. അച്ഛനോടും അമ്മയോട് ഇക്കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരും ഇതെല്ലാം എല്ലാ വീടുകളിലും നടക്കുന്ന സാധാരണ സംഭവങ്ങളാണെന്ന് അവൾക്ക് മറുപടി നൽകി. ആരോടും പറഞ്ഞിട്ട് കാര്യമില്ലെന്നും മനസ്സിലായതുകൊണ്ട് ഗൗരി പിന്നീടൊന്നും ആരെയും അറിയിക്കാതെ ആരോടും പരിഭവം പറയാതെ ഭർത്താവിന്റെ വീട്ടുകാർ പറയുന്നതെല്ലാം അനുസരിച്ച് ജീവിച്ചു. ഒരുപാട് ആട്ടും തുപ്പും സഹിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിൽ അവൾ ഗർഭിണിയായി. 7-ാം മാസത്തിൽ ഗൗരിയുടെ വീട്ടുകാർ അവളെ കൊണ്ടുപോകാനായി വന്നപ്പോൾ, നിങ്ങൾ അവളെ കൊണ്ടുപോയാൽ ശരിയാവില്ല, ഞങ്ങൾ നോക്കുന്ന പോലെ നിങ്ങൾ നോക്കില്ല എന്നും പറഞ്ഞ് അമ്മായിയമ്മ അവരെ തിരിച്ചുവിടാൻ ശ്രമിച്ചു. എന്നാലും അന്ന് അവളുടെ വീട്ടുകാർ നിർബന്ധം പിടിച്ച് അവളെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മക്ക് അവിടുത്തെ ജോലികളൊന്നും നോക്കാൻ പറ്റില്ലെന്നും പ്രസാദിനോട് പരാതി പറയാൻ തുടങ്ങി. അങ്ങനെ അമ്മയുടെ നിർബന്ധപ്രകാരം അവൻ അവളെ തിരികെ കൂട്ടിക്കൊണ്ടുവന്നു. അന്ന് ആദ്യമായി ഗൗരി പ്രസാദിനോട് കയർത്ത് സംസാരിച്ചു. അന്നവൻ അവളൊരു ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ അവളെ തല്ലി. അപ്പോഴും അമ്മായിയമ്മ പറയുന്നുണ്ടായിരുന്നു, കണ്ടോ അവളുടെ അഹങ്കാരം, 2 ദിവസം വീട്ടിൽ ചെന്ന് നിന്നപ്പോഴേക്കും അവൾ അഹങ്കാരിയായി മാറി. ദിവസങ്ങൾ മുന്നോട്ട് പോകവേ പ്രസാദിന്റെ വീട്ടിലെ ദുരിതങ്ങളും കൂടി വന്നു. പക്ഷെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും അവളൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അവൾ കരുതി കുഞ്ഞുണ്ടാകുമ്പോഴെങ്കിലും അവർക്കൊരു മാറ്റമുണ്ടാകുമെന്ന്. അങ്ങനെ കരുതാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ എന്നതാണ് സത്യം. മോനൊരു 4 മാസമായ സമയത്ത് അവൾക്ക് വീണ്ടും പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി. പഠിത്തത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞാൽ ഈ വിഷമങ്ങളൊക്കെ ഒരു പരിധിവരെ മറക്കാമെന്ന് അവൾ കരുതി. എന്നാൽ പ്രസാദിന്റെ അമ്മ തീർത്തു പറഞ്ഞു, കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ പഠിക്കാൻ പോവേണ്ടെന്ന്. പക്ഷെ അവൾ എങ്ങനെയൊക്കെയോ പ്രസാദിനെ പറഞ്ഞു മനസ്സിലാക്കി കുഞ്ഞിനെ അവളുടെ വീട്ടിലാക്കിയിട്ട് ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കാനായി തുടങ്ങി. ആ സമയം പ്രസാദിന് മറ്റൊരു സ്ഥലത്തായിരുന്നു ജോലി. അവൻ ആഴ്ചയിൽ ഒരിക്കലേ വീട്ടിലേക്ക് വരികയുള്ളൂ. അങ്ങനെ അവൾ 2 വർഷം കൊണ്ട് അത് പഠിച്ചിറങ്ങിയിട്ട് വീണ്ടും അപ്ലൈഡ് സൈക്കോളജിയും MC പിന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്നീ കോഴ്സുകളും ഓൺലൈനായി പഠിച്ചു. അതിനിടയിൽ അവൾ ഒരു ആൺകുഞ്ഞിനും കൂടി ജന്മം നൽകി. അവൻ 1 വയസ്സായപ്പോഴേക്കും ഗൗരിക്ക് കരശലായ പനി പിടിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ മേടിച്ചു കൊടുത്തിട്ട് പ്രസാദ് വീണ്ടും ജോലി സ്ഥലത്തേക്ക് തിരികെ പോയി.
വയ്യാതിരുന്നപ്പോൾ പോലും അവളെ ഒരു സ്ഥലത്ത് ഇത്തിരി നേരം ഇരിക്കാൻ ആ അമ്മായിയമ്മ സമ്മതിക്കില്ലായിരുന്നു. 2-3 ആഴ്ച കഴിഞ്ഞിട്ടും പനി മാറാത്തതുകൊണ്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് അവൾക്ക് മഞ്ഞപ്പിത്തമാണെന്നുള്ളത്. അങ്ങനെ ഗൗരിയെ അവളുടെ വീട്ടുകാർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി അവരുടെ വീട്ടിലേക്ക് പോയി. അവിടെ 3-4 ദിവസം നിന്നപ്പോൾ പ്രസാദ് വന്ന് പറഞ്ഞു അവിടെ വീട്ടിൽ അമ്മക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ലെന്നും അതിനാൽ അവൾ അവൻ്റെ കൂടെ ചെല്ലണമെന്നും നിർബന്ധം പിടിച്ചു. എനിക്ക് ഒട്ടും വയ്യ പ്രസാദേട്ടാ, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം എന്ന് ഗൗരി പറഞ്ഞതും ഇത്രയും ദിവസം നിന്നില്ലേ, ഇനി അവിടെ ചെന്ന് നിന്നാൽ മതി എന്ന് പറഞ്ഞ് പ്രസാദ് അവളോട് ദേഷ്യപ്പെട്ടു. വീണ്ടും അവൾ വരാൻ കൂട്ടാക്കാതെ ഇരുന്നപ്പോൾ പ്രസാദ് അവളെ അവരുടെ റൂമിലിട്ട് തല്ലി. അവൻ തല്ലിയ കാര്യമൊന്നും ഗൗരി വീട്ടുകാരോട് പറഞ്ഞില്ല. അവൾക്ക് ഒട്ടും വയ്യാത്തോണ്ടല്ലേ, കുറച്ചു ദിവസം കൂടി അവിടെ നിൽക്കട്ടെ, അത് കഴിഞ്ഞ് ഞങ്ങളത് കൊണ്ടാക്കി തരാന്നേ എന്നൊക്കെ ഗൗരിയുടെ വീട്ടുകാർ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ പ്രസാദ് അവളെയും പിള്ളേരെയും ബൈക്കിലെത്തി കൊണ്ടുപോയി. അപ്പോഴും അവൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഒട്ടും വയ്യേട്ടാ. അവരങ്ങനെ വീട്ടിലെത്തിയതും അവൾ കുഴഞ്ഞു വീണത് ഒരുമിച്ചായിരുന്നു. അത് കണ്ടത് അമ്മായിയമ്മയും നാത്തൂനും പറഞ്ഞു അതൊക്കെ അവളുടെ അടവാണിടാ മോനെ. പക്ഷേ ഗൗരിക്ക് തീരുവയ്യം തോന്നിയതുകൊണ്ടാവും പ്രസാദും അവൻ്റെ അനിയൻ ചേർന്ന് അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഗൗരി അഡ്മിറ്റ് ചെയ്തിട്ട് അവളുടെ വീട്ടുകാരെയും വിളിച്ച് അറിയിച്ച ശേഷം അവൻ തിരികെ വീട്ടിലേക്ക് പോയി. അവളെ അപ്പോൾ ICUവിലേക്ക് അയറ്റിയിരുന്നു. ഏകദേശം 20 ദിവസത്തോളം ആയപ്പോഴാണ് ഗൗരി ഡിസ്ചാർജ് ആയത്. അതിനിടയ്ക്ക് പ്രസാദ് അവളെ കാണാൻ വന്നത് 1-2 വട്ടം മാത്രമായിരുന്നു. പ്രസാദിന്റെ അമ്മ ഒരിക്കൽ പോലും അവിടേക്ക് ചെല്ലുകയോ വിളിച്ച് അന്വേഷിക്കുകയോ ചെയ്തില്ല. എനിക്ക് ഇനിയും വയ്യ അച്ഛ, അവിടെ ഇനി സഹിക്കാൻ പറ്റില്ല എനിക്ക്. മക്കളെ ഓർത്ത് മാത്രം ഞാൻ പിടിച്ചു നിൽക്കുന്നത് ഗൗരി കണ്ണീരോടെ അവളുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. എന്നാൽ അവരുടെ മറുപടി അവളെ തീർത്തും നിശബ്ദയാക്കി. മോളൊന്നും ആലോചിക്കേണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. നീ ഇനി അവിടെ ചെന്ന് ജീവിക്കാനുള്ളതാ, അവരോടൊരു ദേഷ്യവും മനസ്സിൽ വെക്കേണ്ട എന്ന് പറഞ്ഞ് അവളെ വീണ്ടും അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ട് അവർ തിരികെ പോയി. കുറച്ചു നാളത്തേക്ക് പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രസാദിന്റെ അനിയൻ പ്രവീൺ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു പെണ്ണുമായി ഇഷ്ടത്തിലായിരുന്നു. അവന്റെ അമ്മ അത് എതിർത്തുവെങ്കിലും അവൻ അത് തന്നെ മതിയും നിർബന്ധം പിടിച്ചപ്പോൾ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അവൾക്ക് അത്യാവശ്യം നല്ല സ്ത്രീധനം ഉണ്ടായിരുന്നുകൊണ്ട് അമ്മായിയമ്മക്ക് അവളോട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അവസാനം 2ാമത് വന്ന് കയറിവൾക്ക് വരെ ആഹാരം വെച്ചുണ്ടാക്കി കൊടുക്കേണ്ടിയും അവൾ കഴിച്ച എച്ചിൽ പാത്രം വരെ കഴുകേണ്ടി വന്നപ്പോഴാണ് ഗൗരി പ്രസാദിനോട് പറഞ്ഞത് ഇത്രയൊക്കെ പഠിച്ചതല്ലേ അവൾക്കൊരു ജോലിക്ക് പോകണമെന്നുള്ളത്. അതിന് പ്രസാദ് എതിർത്തെങ്കിലും അമ്മായിയമ്മക്ക് ആ കാര്യത്തിൽ പൂർണ്ണ സമ്മതമായിരുന്നു. മക്കളെ അവർ നോക്കിക്കോളാമെന്നും ഗൗരി ജോലിക്ക് പൊക്കോട്ടെ എന്നും അവർ പ്രസാദിനോട് പറഞ്ഞു. അങ്ങനെ അവൾ ജോലിക്ക് പോയി തുടങ്ങി. പക്ഷെ അപ്പോഴും വീട്ടു ജോലികളെല്ലാം അവളുടെ തലയിലായിരുന്നു. വീട്ടിലെ എല്ലാ ജോലികളും മക്കളുടെ കാര്യങ്ങളുമെല്ലാം അവൾ വെളുപ്പിനെ എണീറ്റ് ചെയ്തു തീർത്തിട്ടായിരുന്നു ജോലിക്ക് പോയിരുന്നത്. തിരികെ വന്നാലും കാണും ഒരു 100 കൂട്ടം ജോലികൾ. എല്ലാവരും ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ വരെ കഴുകാതെ കൂട്ടിയിട്ടിട്ടുണ്ടായിരിക്കും. അവൾ വന്നതിന് ശേഷം എല്ലാ ജോലികളും ഒതുക്കി കിടക്കുമ്പോൾ മണി 12 കഴിഞ്ഞിരിക്കും. എങ്കിലും അവൾ എതിർത്തൊന്നും പറഞ്ഞില്ല. അതിന്റെ പേരിൽ ഇനി ജോലിക്ക് പോകണമെന്ന് പ്രസാദ് പറയുമോ എന്ന് അവൾ ഭയപ്പെട്ടു. കാരണം ജോലിക്ക് പോകുന്ന കുറച്ചു നേരം മാത്രമാണ് അവൾ മനസ്സമാധാനത്തോടെ ഇരുന്നത്. ജോലിക്ക് പോയി ആദ്യ ശമ്പളം കിട്ടിയപ്പോൾ അതിന് അവകാശം പറഞ്ഞ് ഭർത്താവും അമ്മായിയമ്മയും എത്തി. നിനക്ക് അതിനു വേണ്ടിയുള്ള ചെലവൊന്നുമില്ലല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഗൗരിയുടെ ATM അവൻ കൈക്കലാക്കി. ജീവിതം പിന്നെയും വിരസതയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി മുഖപുസ്തകത്തിൽ കഥകൾ എഴുതിയിരുന്ന ഒരാളുമായി അവൾ ചങ്ങാത്തിലാവുന്നത്. കൈപ്പേറിയ ജീവിതത്തിനിടയിലും അവൾക്ക് ആശ്വാസം കിട്ടിയെന്ന് മുഖപുസ്തകത്തിലെ കഥകൾ വായിക്കുമ്പോഴായിരുന്നു. മെല്ലെ മെല്ലെ അവരുടെ സൗഹൃദം വളർന്നു. അയാൾ വളരെ നല്ലൊരു മനുഷ്യനാണെന്ന് ഗൗരിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടതും അവൾ തൻ്റെ ജീവിതത്തെക്കുറിച്ച് അയാളോട് സംസാരിച്ചു. അവൾ ഇത്രയും നാൾ അനുഭവിച്ച കാര്യങ്ങൾ കേട്ടതും അവന് ദേഷ്യം വന്നു. എന്തിനു വേണ്ടിയാ നീ ഇങ്ങനെ അടിമകളെ പോലെ നിൽക്കുന്നത്? വീട്ടിലുള്ളവരുടെ എല്ലാം തുണിയാലക്കി കഴിക്കുന്ന പാത്രം കഴുകി അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരുടെ കുത്തുവാക്കൾ കേട്ട് നിൽക്കേണ്ട ആവശ്യം എന്താ നിനക്ക്? അയാൾ ചോദിച്ചു. തനിക്ക് വേറെ വഴിയിലായിട്ടാണെന്നുള്ള അവളുടെ മറുപടി കേട്ടതും അവന് വീണ്ടും ദേഷ്യം വന്നു. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് നീ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കാണുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ സ്വന്തം ജീവിതം ഹോമിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അവൻ പറഞ്ഞു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് വേണമെന്ന് എനിക്കറിയില്ല. അവൾ നിസ്സഹായായി പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു, വീട്ടിലെ ജോലികൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്, അതിൽ ഞാനൊന്നും പറയില്ല. പക്ഷെ അത് നിന്റെ മാത്രം ഉത്തരവാദിത്തം ആവരുത്. വീട്ടിൽ മറ്റുള്ള ആളുകളുണ്ടല്ലോ, അവർക്കും ചെയ്യാം. നിന്റെ ഭർത്താവിനെ പോലെ രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലിക്ക് പോയി വരുന്നവളല്ലേ നീയും. എന്നിട്ടും നിനക്ക് തീർത്താ തീരാത്ത പണിയെടുക്കേണ്ടി വരുന്നു. പോരാത്തതിന് വീട്ടുകാരുടെ ആട്ടും തുപ്പും കേൾക്കുകയും വേണം. ഇന്നു മുതൽ കെട്ടിയവന്റെയും പിള്ളേരുടെ അല്ലാതെ മറ്റുള്ളവർ കഴിച്ച പാത്രങ്ങളോ അവരിടുന്ന തുണികളോ നീ കഴുകരുത്. അവർ ചെയ്തിട്ടില്ലെങ്കിൽ അത് അവിടെ കിടക്കട്ടെ. ഇനിയെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ നീ എന്ന് അവിടെ ഒരു അടിമയായി കിടക്കേണ്ടി വരും, അവൻ പറഞ്ഞു. അന്ന് വൈകിട്ട് വീട്ടിൽ വന്നപ്പോഴും വീടും അടുക്കളയും അലങ്കുരമായി കിടക്കുന്നുണ്ടായിരുന്നു. അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ മക്കളുടെയും പ്രസാദിന്റെയും കാര്യങ്ങൾ മാത്രം നോക്കിയതും അമ്മായിയമ്മ ദേഷ്യത്തോടെ അവൾക്കരികിലെത്തി.
നീ കണ്ടില്ലേ അടുക്കളയിൽ പാത്രങ്ങൾ കിടക്കുന്നത്? നീ ഇവിടെ ഇരുന്നാ പിന്നെ അതൊക്കെ ആരാ കഴുകി വെക്കുക? അവർ ചോദിച്ചു. അമ്മക്കും കൈയുണ്ടല്ലോ, കഴിച്ച പാത്രങ്ങൾ കഴുകി വെച്ചെന്ന് കരുതി വളയൊന്നും ഊരിപ്പോവില്ല. അവൾ പറഞ്ഞു കേട്ടതും അമ്മായിയമ്മ അമ്പരന്ന് പോയി. അത് കേട്ട പ്രസാദ് അവൾ അടിക്കാനായി കയ്യോങ്ങിയതും അവൾ അവനോട് പറഞ്ഞു, എന്റെ ദേഹത്തെങ്ങനെ തൊട്ടാ നിങ്ങൾ വിവരറിയും. അവളുടെ പെട്ടെന്നുണ്ടായ മാറ്റത്തിൽ എല്ലാവരും അമ്പരന്ന് പോയി. ഗൗരി പോലും അവൾക്കുണ്ടായ മാറ്റത്തെ ഓർത്ത് സ്വയം അത്ഭുതപ്പെട്ടു. പതിയെ പതിയെ അവളുടെ ശീലങ്ങൾ അവൾ മാറ്റുകയായിരുന്നു. ജീവിതത്തോട് അവൾക്ക് ഇഷ്ടം തോന്നി തുടങ്ങി. എല്ലാത്തിനും സപ്പോർട്ടായി നിന്നത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ എഴുത്തുകാരനായിരുന്നു. ഇതിനിടയിൽ പലപ്പോഴും അവളുടെ അമ്മായിയമ്മയും നാത്തൂനും പ്രസാദിനോട് അവളെപ്പറ്റി പലതും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ചേർന്ന് പ്രസാദിന്റെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ വിതച്ചു. ഗൗരിക്കാരോടോ വഴിവിട്ട ബന്ധമുണ്ടെന്നും അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നും അവർ പ്രസാദിനെ ധരിപ്പിച്ചു. അതിന്റെ പേരിൽ പ്രസാദ് ഒരിക്കൽ ഗൗരിയെ പൊതിരെ തള്ളി. ഇത്തവണ ഗൗരി അടങ്ങിയിരുന്നില്ല. സ്വന്തം വീട്ടുകാർ വിവരമറിയിച്ച ശേഷം പോലീസിൽ കംപ്ലൈന്റ് നൽകി. SI പ്രസാദിനെയും കുടുംബത്തെയും സ്റ്റേഷനിൽ വിളിപ്പിച്ച ശേഷം നന്നായി ദേഷ്യപ്പെട്ടു. അതേ, തിരിച്ചു പ്രതികരിക്കില്ലെന്ന് ഉറപ്പുള്ളവരോടല്ല നിന്റെ ആണത്തം കാണിക്കേണ്ടത്. ഇനിയും ഇതുപോലെ ആവർത്തിച്ച നിന്നെയും നിന്റെ അമ്മയും തൂക്കിയെടുത്ത് അകത്തിടും എന്നൊക്കെ പറഞ്ഞ് അവർ പ്രശ്നം പരിഹരിച്ചു വിട്ടു. അങ്ങനെ പ്രശ്നമെല്ലാം സോൾവായിട്ട് ഗൗരി വീട്ടിൽ വന്നപ്പോൾ പ്രസാദിന്റെ അനിയത്തി അവളോട് വീണ്ടും തട്ടിക്കയറി. നിന്റെ കയ്യിലിരിപ്പ് നന്നായില്ലെങ്കിൽ ഇതുപോലെ കിട്ടും, ഇനിയും നീ തല്ലുകൊള്ളാൻ കിടക്കുന്നേ ഉള്ളൂ എന്നും പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ കുട്ടികൾക്ക് മുട്ട പുഴുങ്ങാനായി വെച്ചിരുന്ന ചെറു ചൂടുവെള്ളം എടുത്ത് ഗൗരി അവളുടെ മുഖത്തേക്ക് ഒഴിച്ചു. ഇനി എന്റെ ദേഹത്ത് തൊട്ടാലേ കുടുംബത്തോടെ എല്ലാവരും ജയിലിൽ പോയി കിടക്കേണ്ടി വരും, ഗൗരി ദേഷ്യത്തോടെ പറഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് നിന്ന് പരാതി പറഞ്ഞതും, നീ ചെന്ന് അവളെ കുത്താൻ പോയിട്ടല്ലേ, ഇല്ലെങ്കിൽ അവളൊന്നും ചെയ്യില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞ് അവർ കൈയൊഴിഞ്ഞു. എല്ലാവരും ആ കാര്യത്തിൽ അതേ നിലപാട് സ്വീകരിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നതിൽ പിന്നെ എല്ലാവർക്കും ഗൗരിയോട് നേരിട്ട് വഴക്കുണ്ടാക്കാനോ ദേഹത്ത് കൈവെക്കാനും ഭയമായി തുടങ്ങി. പക്ഷെ എല്ലാവർക്കും മനസ്സിൽ അവളോട് വെറുപ്പായിരുന്നു. പിന്നെ എല്ലാം ഒന്ന് കെട്ടടങ്ങിയപ്പോൾ അവൾ വീണ്ടും ജോലിക്ക് പോവുകയും അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയുകയും ചെയ്തപ്പോൾ അവനും അതിശയമായി. ഇതെല്ലാം ചെയ്ത് അവൾ തന്നെയാണ് എന്നുള്ള സംശയം അവനിലുണ്ടായി. എന്തായാലും അങ്ങനെ പ്രതികരിച്ചതിൽ ഞാൻ അവളെ അഭിനന്ദിക്കുകയും ചെയ്തു. അങ്ങനെ ജീവിതം വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് കൊറോണ കാരണം ലോക്ക്ഡൗൺ ആയത്. ലോക്ക്ഡൗൺ തുടങ്ങി ആദ്യത്തെ 2-3 ദിവസം കുഴപ്പമൊന്നുമില്ലാതെ പോയി. പിന്നെ പഴയതുപോലെ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ പ്രസാദും അനിയനും അളിയനും കൂടി പുറത്തേക്ക് പോയിരുന്നു. അവൾ റൂമിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇളയ കുട്ടി ഓടി വന്ന് പറഞ്ഞു, ചേട്ടൻ കോഴിക്കൂണ്ട മുകളിൽ നിന്ന് താഴെ വീണു, അവൻ വിളിച്ചിട്ട് അനങ്ങുന്നില്ല. ഗൗരി അത് കേട്ട് പേടിച്ചു. അവൾ ഓടിച്ചെന്നപ്പോൾ കുഞ്ഞ് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. ഗൗരി നോക്കിയപ്പോൾ അമ്മായിയമ്മ അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞ് അബോധാവസ്ഥയിൽ കിടക്കുന്ന കണ്ടിട്ടും ചെറുവിരൽ അനക്കിയില്ല. അവളുടെ നോട്ടം കണ്ടതും അവർ വെള്ളമെടുക്കാനായി പോയി. തൊട്ടടുത്ത് വെള്ളം ഉണ്ടായിരുന്നിട്ടും അവർ ദൂരെ ചെന്ന് വെള്ളമെടുത്ത് പതിയായിരുന്നു ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന്. അത് കണ്ടതും ഗൗരി അവരോട് പറഞ്ഞു, ഇതിലും ഭേദം അവരെ അങ്ങ് കൊന്ന് തിന്നുന്നതായിരുന്നെന്ന്. എന്നിട്ടും പ്രസാദിനമ്മ വളരെ കൂളായിട്ട് പറഞ്ഞു, കോഴിക്ക് തീറ്റ കൊടുക്കാനായിട്ട് മുകളിൽ കയറിയപ്പോൾ അവൻ വീണതാ. കുഞ്ഞിന്റെ കാര്യം പറയാനായി അവൾ അപ്പോൾ തന്നെ പ്രസാദിനെ വിളിച്ചു. കുഞ്ഞിന് തീരെ വയ്യുന്നു, എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നും പറഞ്ഞിട്ടും അവന് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. അവൻ മറ്റെവിടെയോ നിൽക്കുവാണെന്നും 1 മണിക്കൂർ കൂടി കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ എന്നും നിസ്സാരമായി പറഞ്ഞതും മറ്റൊന്നും ആലോചിക്കാതെ കൊച്ചിനെയും എടുത്ത് അവൾ അപ്പുറത്തുള്ള ഒരു ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി. ആ സമയത്ത് അമ്മായിയമ്മയോ വീട്ടിലുള്ള മറ്റാരുമോ ചോദിച്ചില്ല എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നും ഞാൻ കൂടെ വരണോ എന്ന് പോലും. കുഞ്ഞിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രഷർ കൂടിയപ്പോൾ വീഴ്ചയിൽ ബോധം പോയതായിരുന്നു. അന്നത്തെ ദിവസം കുഞ്ഞിനെ അവിടെ അഡ്മിറ്റാക്കി. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പ്രസാദും മറ്റുള്ളവരും കുടിച്ച് ലക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ സെക്യൂരിറ്റി അവരകത്തേക്ക് കയറ്റിയില്ല. അങ്ങനെ അവർ കുറച്ച് ബഹളം വെച്ച ശേഷം തിരിച്ചുപോയി. ഗൗരി കുഞ്ഞുമായി മെയിൽ വാർഡിലായിരുന്നു. ആകെ പെണ്ണായിട്ട് അവൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ആ ഒരൊറ്റ ദിവസത്തോടെ അവൾ മനസ്സിലാക്കി ഒരു പെണ്ണ് രാത്രിയിൽ ഒറ്റക്കായുള്ള അവസ്ഥ. അവളുടെ അച്ഛനേക്കാൾ പ്രായമുള്ള ഒരു മനുഷ്യൻ ആദ്യമൊക്കെ അവളെ മോളെ എന്ന് വിളിച്ച് സഹായിക്കാനെന്ന വ്യാജേന കൂടെ നിന്നു. എന്നാൽ അവൾ ഒറ്റക്കാണെന്ന് മനസ്സിലായതും അയാളുടെ വിധം മാറി. അയാളുടെ കണ്ണ് മുഴുവൻ അവളുടെ ശരീരത്തിലായിരുന്നു. അയാൾ ഫോണെടുത്ത് വെറുതെ ചെവിയിൽ വെച്ചിട്ട് ഗൗരി കേൾക്കെ, ഇവളെയൊക്കെ കെട്ടിയവന്റെ ഒരു യോഗം, പിന്നെ പറയാനറക്കുന്ന കുറെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യം ഞെട്ടിപ്പോയെങ്കിലും അവൾ ധൈര്യം വീണ്ടെടുത്ത് അയാളുടെ അടുത്തേക്ക് ചെന്ന് കരണക്കുറ്റി നോക്കിയൊന്ന് പൊട്ടിച്ചു. തന്റെ കൊച്ചുമോളാവാനുള്ള പ്രായം മാത്രമല്ലോടെ നായ എനിക്കുള്ളൂ, എന്നിട്ടാണോ മാതിരി ചെറ്റത്തരം കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോഴേക്കും അവിടെ ആൾക്കാർ കൂടിയിരുന്നു. എല്ലാവരും അയാളുടെ നേരെ തിരിഞ്ഞപ്പോൾ സംഗതി പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ ആൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. നന്നായിട്ടുണ്ട്, ഈവനെ പോലുള്ളവരോടൊക്കെ ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കേണ്ടത്. ഒരു പെണ്ണ് ഒറ്റക്കാവുമ്പോഴേക്കും അവസരം മുതലെടുക്കാൻ നിൽക്കുന്നവനെയൊന്നും വെറുതെ വിടരുത്. അവിടെ കൂടിയുന്നവർ അവളോട് പറഞ്ഞു. എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം ഗൗരി ഒറ്റയ്ക്കിരുന്ന് കഴിഞ്ഞുപോയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കി. ഒരു പക്ഷെ പഴയ ഗൗരി ആയിരുന്നെങ്കിലോ ഇങ്ങനെ പ്രതികരിക്കാൻ ധൈര്യം ഉണ്ടാകുമായിരുന്നു.
ഒരിക്കലുമില്ല. ഒന്ന് പ്രതികരിക്കാൻ പോലുമാവാതെ ഇതെല്ലാം സഹിച്ച് കണ്ണീർ വാർത്തിരുന്നേനെ. കണ്ണീരൊഴുക്കുന്നതിന് പകരം തൻ്റെ അടുത്തോടെ നിൽക്കാൻ തന്നെ പ്രേരിപ്പിച്ച കൂട്ടുകാരനെ അവൾ ഓർത്തു. ഒരുപക്ഷെ ആ സുഹൃത്ത് ഇല്ലായിരുന്നെങ്കിൽ എന്നേ താനും മക്കളും ഇല്ലാതെയായേനെ. അത്രയ്ക്ക് അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു ഈ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ. ഇത്രയും നാളും പ്രസാദിന്റെ വീട്ടിൽ പിടിച്ചിരുന്നത് മക്കളെ ഓർത്തും എന്നെങ്കിലും ഒരിക്കലും എല്ലാം ശരിയാവുമെന്ന പ്രതീക്ഷയിലുമായിരുന്നു. തന്നോടുള്ള സമീപനം ശരിയല്ലെങ്കിലും തൻ്റെ മക്കൾക്ക് അച്ഛനെ വേണമെന്ന് കരുതി പിന്നെയും അവിടെ കടിച്ചു തൂങ്ങിക്കിടന്നു. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. സ്വന്തം കുഞ്ഞിന്റെ ജീവന് പോലും വില കൊടുക്കാത്ത അച്ഛന് അവർക്കിനി ആവശ്യമില്ല. അന്ന് രാത്രി ചില കടുത്ത തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് അവൾ മുന്നോട്ട് പോയത്. പിറ്റേന്ന് മകനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പോലും പ്രസാദോ അവന്റെ വീട്ടുകാരോ വന്നില്ല. ഗൗരിയുടെ പക്കൽ ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നില്ല. അവൾ കയ്യിൽ കിടന്ന വളവുരിയാണ് ഹോസ്പിറ്റൽ ബില്ലടച്ചത്. അവൾ മോനെയും കൊണ്ട് രണ്ടും കൽപ്പിച്ച് തന്നെയായിരുന്നു പ്രസാദിന്റെ വീട്ടിലേക്ക് ചെന്നത്. ചെന്നയുടനെ ഒരാളോട് പോലും ഒരക്ഷരമിണ്ടാതെ ഇളയ മകനെയും കൂടെ കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി. അല്ല, പിള്ളേരായിട്ട് നീ എവിടെ പോവാ? പ്രസാദ് ചോദിച്ചു. ഞാൻ എൻ്റെ മക്കളുമായിട്ട് പോവാ, ഇനി തിരിച്ചു വരില്ല. അവൾ മറുപടി പറഞ്ഞു. ആഹാ, എൻ്റെ മക്കളെയും കൊണ്ട് അങ്ങനെ പോകാനൊന്നും പറ്റില്ല. അവൻ വഴക്കുണ്ടാക്കാൻ ഭാവിച്ചു. ഗൗരി ദേഷ്യപ്പെട്ടു. എന്നോട് സ്നേഹമില്ലാത്ത പോട്ടെ, നിങ്ങളുടെ ചോരയിലുണ്ടായ മക്കളല്ലേ, അവർക്കൊരു ആപത്ത് വന്നപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയ നിങ്ങൾ. ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ ഒരു ജീവിതം വേണ്ട. എല്ലാം അവസാനിപ്പിച്ച് ഞാനും മക്കളും പോവാ. അവള് പോകുന്നീ പോട്ടെടാ, നീ എന്തിനാ അവിടെ കാല് പിടിക്കുന്നത്? അമ്മയമ്മ നിസ്സാരമായി പറഞ്ഞു. നാളെ ഒരു സമയത്ത് ഇതിൻ്റെ എല്ലാം ഫലം നിങ്ങൾ അനുഭവിക്കും. അപ്പോഴീ കാണിക്കുന്ന അഹങ്കാരം നിങ്ങളുടെ മുഖത്ത് ഉണ്ടായിരിക്കണം. അവൾ കോപത്തോടെ പറഞ്ഞുകൊണ്ട് മക്കളുമായി അവളുടെ വീട്ടിലേക്ക് വന്നു. എല്ലാ വിവരങ്ങളും വീട്ടുകാരെ അറിയിച്ചപ്പോൾ അവരും അവൾക്കൊപ്പം നിന്നു. ഇനി അവനുമായിട്ട് നമുക്കൊരു ബന്ധവും വേണ്ട, നിനക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നും വീട്ടുകാർ അവളോട് പറഞ്ഞു. കുറച്ചു നാളത്തേക്ക് അവളാകെ തളർന്നു പോയിരുന്നു. എന്നാൽ ഗൗരിയുടെ പ്രിയ സുഹൃത്തും വീട്ടുകാരും അവൾക്കൊപ്പം താങ്ങായി നിന്നു. അവൾക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം നൽകി. വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കാതെ ജോലിക്ക് പോകണമെന്നും മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടണമെന്നും പറഞ്ഞ് അവൾ നിർബന്ധിച്ച് ഗൗരിയുടെ എഴുത്തുകാരൻ സുഹൃത്തായിരുന്നു. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ നിന്ന് മുക്തമാവണമെന്നും അവളുടെ മക്കൾക്ക് വേണ്ടി ഇനിയും ജീവിക്കണമെന്നും മറ്റും അവൻ അവളെ ഉപദേശിച്ചു. അവന്റെ നിർദ്ദേശപ്രകാരം അവൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കർ വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്തു. അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അവളോട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ് കോൾ വന്നു. അവൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായി ജോലിക്കും കയറി. പതിയെ പതിയെ ഗൗരി അവളുടെ ജീവിതത്തിലേക്ക് തിരികെ വരികയും അവൾ അവളുടെ ഹോസ്പിറ്റലിനടുത്തേക്ക് ഒരു വീടെടുത്ത് അവളുടെ അമ്മയെയും മക്കളെയും കൂട്ടി അങ്ങോട്ട് മാറുകയും ചെയ്തു. പിന്നീട് അവൾ പ്രസാദുമായി നിയമപരമായി ഡിവോഴ്സ് നേടി. ഇന്നലകളെ മനഃപൂർവ്വം മറന്നുകൊണ്ട് നല്ല നാളെ തേടി അവൾ മക്കളുമായി മുന്നോട്ട് പോയി. അവർക്ക് വേണ്ടി അവൾ ജീവിക്കാൻ തുടങ്ങി. ഒരു സ്ത്രീക്ക് ജീവിക്കാൻ ഒരു പുരുഷന്റെ തണൽ കൂടിയേ തീരൂ എന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാടിനെ അവൾ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു. ഒരുവന്റെ കാൽ കീഴിൽ ചവിട്ടി മെതിക്കപ്പെടേണ്ടതല്ല തന്റെ ജീവിതം എന്നവൾക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. ഇന്നവൾ ആൾക്കാർക്ക് ബോൾഡായി പെരുമാറാനും ജീവിതത്തിൽ തോറ്റുപോയവരെ കൗൺസിലിംഗ് കൊടുത്ത് ശരിയായ മാർഗത്തിലേക്ക് നയിക്കാനും കഴിയുന്ന അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരാളായി മാറിയിരിക്കുന്നു. എല്ലാത്തിനും സപ്പോർട്ടായിട്ട് അവളുടെ വീട്ടുകാരും പിന്നെ നല്ലൊരു ഫ്രണ്ടായിട്ട് ആ എഴുത്തുകാരനും ഇന്നും അവൾക്കൊപ്പമുണ്ട്. NB ഇതൊരു യഥാർത്ഥ ജീവിതത്തിന്റെ നേർപ്പതിപ്പാണ്. ഇതിൽ എൻ്റെതായ ഭാവനയിൽ കുറച്ച് മാറ്റം വരുത്തി എഴുതിയതാണ്. അവൾ ഇപ്പോഴും എല്ലാവർക്കും വെച്ചു വിളമ്പിയും ആട്ടും തുപ്പുമേറ്റ് അവിടെ അവരുടെ കൂടെ തന്നെ ജീവിക്കുകയാണ്. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അവളുടെ വീട്ടുകാർ കോംപ്രമൈസിന് ശ്രമിക്കുന്നല്ലാതെ അവളുടെ ജീവന് അവർ യാതൊരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. റിട്ടൺ ബൈ കിഷോർ കിസു.